ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? അബാക്കസ്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇത്തിരി സ്റ്റിക്സ് വേണം. ഇത്ര അളവിലെ കുറച്ച് അട്രാക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് സ്ട്രോബെറി ഷേപ്പ് ആയിട്ടുള്ള കുറച്ച് ബീഡ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. ഇതിന് ഒരെണ്ണത്തിന് 2 രൂപയാണ് റേറ്റ്. തെർമോക്കോള്, ബാംബൂ സ്റ്റിക്സ്, ബീഡ്സ്, കളർ പേപ്പേഴ്സ്, ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് കളർഫുൾ ആയിട്ടുള്ള അബാക്കസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് പർപ്പിൾ കളർ കേട്ടോ. എൻ്റെ മോൾക്ക് അതാണ് ഇഷ്ടം. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? നടുക്കൊരു പേപ്പർ വെച്ചിട്ട് ആ പേപ്പർ നിൽക്കുന്ന ഭാഗം ഒന്ന് വരച്ചു കൊടുത്തിട്ട് അവിടുന്ന് 2 സെൻറ്റിമീറ്റർ സ്പേസ് ഇട്ടിട്ട് ഞാൻ അതുകൂടെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരു സ്ലേറ്റിൻ്റെയൊക്കെ ഉള്ള ഒരു ഫ്രെയിം കിട്ടുമല്ലോ. നമുക്ക് സ്ലേറ്റിൻ്റെയൊക്കെ ഒരു ഫ്രെയിം വരത്തില്ലേ, അതേപോലത്തെ ഒരു ഫ്രെയിം കിട്ടും. ഞാൻ പക്ഷേ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈഡിൽ നിന്ന് ചെറുതായിട്ട് പൊട്ടിപ്പോയതുകൊണ്ട് തന്നെ അതിൻ്റെ 4 സൈഡിൽ നിന്ന് ഞാൻ ചെറുതായിട്ടൂടെ കട്ട് ചെയ്തെടുത്തിട്ട് വേറെ ഒരു ഷേപ്പായിപ്പോയി. പക്ഷേ ഞാൻ വിചാരിച്ചു എനിക്ക് ആ ഷേപ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ആ ഷേപ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു കേട്ടോ. ഇതായിരുന്നു ഈ ഷേപ്പ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഒക്ടഗൺ ഷേപ്പൊക്കെ വരും. തെർമോകോൾ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു കളർ പേപ്പർ കൊണ്ട് തെർമോകോളിനെ കവർ ചെയ്യാൻ വേണ്ടി പോവാണേ. വേണമെങ്കിൽ അത് മൊത്തത്തിൽ ഇങ്ങനെ റോൾ ചെയ്ത് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഒറ്റ കളറായി പോകത്തില്ലേ. ഞാനിങ്ങനെ കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് പീസായിട്ട് പേപ്പർ കട്ട് ചെയ്തിട്ട് എല്ലാ സൈഡിലും ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. 2 സൈഡിൽ പർപ്പിൾ കളറും വേറെ സൈഡിൽ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഗ്രീനോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ പേപ്പർ ഇതിനകത്തിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോളാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. വേഗം ഒട്ടിക്കോളും. നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടിക്കോളും. ഒരു സൈഡിൽ ഞാൻ മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സൈഡിലും കൂടി ഈ വയലറ്റ് കളറിലെ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഗ്രീൻ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗ്രീൻ കളർ വെച്ചിട്ട് മുകളിലെ ഭാഗവും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. ഒരു 3D എഫക്റ്റ് പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ്, കളർഫുള്ളൂടെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി അതിൻ്റെ ബേസായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു പിങ്ക് കളറിലെ പേപ്പർ കൊണ്ടിട്ട് ഞാനത് കവർ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തിൽ ഫിക്സ് ചെയ്ത് വെക്കണം. ഇത് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഫെവിക്കോളിനോടൊപ്പം തന്നെ ബാംബൂ സ്റ്റിക്കും കൂടെ കൊണ്ട് 2 സൈഡും വെച്ച് ഒന്ന് കുത്തി അമർത്തി ഉറപ്പിക്കുന്നുണ്ടേ. ഇനി നമുക്ക് ബാംബൂ സ്റ്റിക്കിനകത്തിൽ ബീഡ്സ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ബീഡ്സ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷനിലും മുകളിലെ പോർഷനിലൂടെ ആയിട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അബാക്കസ് റെഡിയാവും. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് മുത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കാണിക്കാവേ. ഇത് നോർമലി കൊച്ചു കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് 1 മുതൽ 10 വരെയുള്ള രീതിയിൽ ബീഡ്സ് ഇട്ട് ആ രീതിയിലാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടുള്ളത് 1s, 10s, 100s എന്നിങ്ങനെയുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 10 മാറ്റിയിട്ട് 3 ബാംബൂ സ്റ്റിക്കിനകത്തിൽ 1s, 10s, 100s എന്നാണ് അത് എഴുതിയും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹെഡിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. കളർഫുൾ ആയിട്ടുള്ള ഈ അബാക്കസ് ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.